السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجز من عمل الشيطان فاجتنبوه لعلكم تفلحون. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. وأطيعوا الله وأطيعوا الرسول واحذروا فإن توليتم فاعلموا أنما على رسولنا البلاغ المبين. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സൃഷ്ടാവും പരിപാലകനും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ സമയങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്നോർമ്മപ്പെടുത്തുകയാണ്. നശ്വരമായ ഈ ജീവിതത്തിലെ ഓരോ വാക്കുകൾക്കും നോക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ കൃത്യമായ വിചാരണയെ നേരിടേണ്ടി വരുമെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ അനുയായികൾക്കോ ഒന്നും നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമ്മെ സഹായിക്കുവാനോ സംരക്ഷിക്കുവാനോ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവോടുകൂടി അവനവൻ്റെ ജീവിതരക്ഷയ്ക്കാവശ്യമായ സൽക്കർമ്മങ്ങൾ ഓരോരുത്തരും ആണും പെണ്ണും ഏതു സമയത്തും വന്നെത്തിയേക്കാവുന്ന മരണത്തിനു മുമ്പേ ജീവിതത്തിൽ ചെയ്തു വെക്കണം എന്നും അള്ളാഹുവിൻ്റെ ശിക്ഷ ഭീകരമാണ് എന്നതിനാലും ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കണമെന്നും സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരുമിച്ച് കൂടിയതിനെ, പറയുന്നതിനെ, കേൾക്കുന്നതിനെ ഒക്കെ പരലോകത്ത് ഉപകരിക്കുന്ന സ്വാലിഹായ കർമ്മമായി നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ യുവസമൂഹത്തെ, നമ്മുടെ ക്യാമ്പസുകളെ, കലാലയങ്ങളെ ഏറ്റവും ഭീകരമായ രൂപത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപകടത്തെക്കുറിച്ചാണ് ഈ പ്രോഫ്കോണിൻ്റെ 2ാം ദിവസമായ ഇന്ന് അതിൻ്റെ 2ാമത്തെ പ്രാസംഗികനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ സംസാരിക്കേണ്ടത്. വളരെ നല്ല രൂപത്തിൽ മതപരമായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടായിരുന്ന ഒരു കുട്ടിയെ മെക്കാനിക്കൽ എഞ്ചിനീയറാക്കാൻ പിതാവ് കോയമ്പത്തൂരിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ടുപോയി ചേർത്തു. ആ വർഷത്തിൻ്റെ അവസാനത്തിൽ ഞാൻ ആ പിതാവിനെ കാണുമ്പോൾ എപ്പോഴും മകനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. നല്ല കുട്ടിയായിരുന്നു. ആ വർഷത്തിൻ്റെ അവസാനത്തിൽ ഒരിക്കൽ ആ പിതാവ് എൻ്റെ വീട്ടിൽ വന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ, എൻ്റെ മകൻ, അവനെ എനിക്ക് നഷ്ടമായി. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അയാൾ പറഞ്ഞു, എൻ്റെ മകൻ മദ്യപിച്ചിരിക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത്രമാത്രം മതവുമായി താല്പര്യമുള്ള, മതവുമായി ബന്ധമുള്ള, ഏത് സമയത്ത് നാട്ടിൽ ലീവിന് വന്നാലും കൃത്യമായി നമസ്കരിക്കുവാൻ പള്ളിയിലെത്താറുള്ള ആ കുട്ടി അവൻ മദ്യപിച്ചിരിക്കുന്നു എന്നത് വിശ്വസിക്കുവാൻ പ്രയാസമുണ്ടാക്കി. ഞാൻ ആ പിതാവിനോട് പറഞ്ഞു, നിങ്ങൾക്ക് സംശയം തോന്നിയതാവാം. പിതാവ് പറഞ്ഞു, അല്ല, അവൻ്റെ ആ മദ്യത്തിൻ്റെ ഗന്ധമുണ്ടവന്, അവൻ്റെ
കാലുകൾ പതറുന്നുണ്ട്, അവന്റെ ശബ്ദം വിറക്കുന്നുണ്ട്, അവന്റെ കണ്ണുകൾ ചുവന്നിട്ടുണ്ട്, അവൻ മദ്യപിച്ചിട്ടുണ്ട്. ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ നാളെ അവനോടൊന്ന് സംസാരിക്കട്ടെ. പിറ്റേ ദിവസം ഞാൻ അവനോട് സംസാരിച്ചു. അവൻ തൻ്റെ പിതാവിനെ കുറിച്ച് വെറുപ്പോടുകൂടി എന്നോട് സംസാരിച്ചു. ഞാൻ മദ്യപാനായത്, ഞാൻ മദ്യപിച്ചത്, അതിൻ്റെ ഉത്തരവാദി എൻ്റെ പിതാവാണ്. എന്നിട്ട് മകൻ എന്നോട് കഥ പറഞ്ഞു. എൻ്റെ പിതാവ് എന്നെ കൊണ്ടു ചേർത്ത എൻ്റെ സ്ഥാപനത്തിലെ ഹോസ്റ്റലിൽ എൻ്റെ റൂമിൽ 4 ആളുകളുണ്ട്, ഞാനടക്കം. 3 ആളുകളും നന്നായി കുടിക്കുന്നവരായിരുന്നു. ഞാൻ പിതാവിനോട് പറഞ്ഞു, പപ്പ, ഇത് എനിക്ക് പറ്റിയ സ്ഥലമല്ല, ഞാൻ മറ്റെവിടെയെങ്കിലും പോയി പഠിച്ചുകൊള്ളാം. പക്ഷേ കോഴ്സിൻ്റെ ജോലി സാധ്യതയും മകനെ എത്രയും പെട്ടെന്ന് പണമുണ്ടാക്കുന്ന ഒരു യന്ത്രമാക്കാനുമുള്ള പിതാവിൻ്റെ ത്വര, ആ മകൻ്റെ വാക്കുകൾ പിതാവ് കേട്ടില്ല. നിർബന്ധിച്ച് അവിടെ തന്നെ നിർത്തി. ആ മകൻ പറഞ്ഞത്, കുപ്പിയുടെ അടപ്പിൽ മദ്യമൊഴിച്ച് അവർ എൻ്റെ വായിലേക്ക് ബലം പ്രയോഗിച്ച് ഒഴിച്ചു. ആദ്യമൊക്കെ ഞാൻ തടഞ്ഞു, പിന്നെ ഞാൻ തടഞ്ഞില്ല. ഇന്ന് ഞാൻ അവരുടെ കൂടെ റൂമിൽ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ 4 ആളും മദ്യപിക്കുന്നു. ആരാണ് ഈ കുട്ടിയെ മദ്യപാനാക്കിയത്? അവൻ്റെ മാതാപിതാക്കളാണോ, അവൻ്റെ സാഹചര്യങ്ങളാണോ, അവൻ്റെ കൂട്ടുകാരാണോ? ആരായാലും ശരി, നമ്മുടെ കലാലയത്തിൻ്റെ ക്യാമ്പസുകൾ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അന്തരീക്ഷം ഏറ്റവും കൂടുതൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വിളനിലമായി മാറുന്നുണ്ട് എന്നത് ഞാൻ പ്രസംഗിക്കാതെ, യാതൊരു ബാഹ്യമായ വസ്തുക്കളുടെയും തെളിവില്ലാതെ അത്തരം ക്യാമ്പസുകളിൽ പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും വളരെ കൃത്യമായി അറിയുന്ന കാര്യങ്ങളാണ്. ഓരോ ദിവസവും കഞ്ചാവ് പൊതികളുമായി നമ്മുടെ നാട്ടിലെ നാടൻ കഞ്ചാവ് കച്ചവടക്കാരെ പോലീസുകാർ പൊക്കിയെടുക്കുമ്പോൾ ആർക്കാണ് ഈ കഞ്ചാവിന്റെ പൊതികൾ വിൽക്കാറ് എന്ന ചോദ്യത്തിന് അവർ നൽകുന്ന മറുപടി, LP സ്കൂളുകൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്യാമ്പസുകളിലാണ് മയക്കുമരുന്നിന്റെ ഏറ്റവും വലിയ വിൽപ്പനകൾ നടക്കുന്നത് എന്ന് അവർ വിളിച്ചു പറയുമ്പോൾ നിഷേധിക്കുവാനാവാതെ അന്തം വിട്ടു നിൽക്കുകയാണ് ആധുനിക സമൂഹം. LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ക്ലാസ്സിൽ തലകറങ്ങി വീണപ്പോൾ അധ്യാപകർ അവനെ എടുത്തു കടത്തി മുഖത്ത് വെള്ളം തളിച്ചു, അവനെ ഉണർത്താൻ ശ്രമിച്ചു അത്രേ. കൂടെ ഉണ്ടായിരുന്ന കുട്ടി പറഞ്ഞു, ഇവൻ ഒരാളുടെ കൂടെ പോയി എന്തോ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മദ്യം കൊടുക്കുവാനും അവനെ മദ്യം കുടിപ്പിക്കുവാനും ആ പ്രായത്തിൽ തന്നെ അവനെ ലഹരിയുടെ മദ്യത്തിന്റെ അടിമയാക്കുവാനും ഈ നാട്ടിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നത് നിഷേധിക്കാൻ കാര്യമാകുന്നു. ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. നമ്മുടെ ക്യാമ്പസുകളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുമോ നമുക്ക് എന്ന ചോദ്യത്തിന് നെറ്റിചൊളിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മറുപടി പറയുവാൻ കഴിയുകയുള്ളൂ. ഏറ്റവും പുതിയ കണക്കുകൾ 50% വിദ്യാർത്ഥികൾ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ്. ആ കൂട്ടത്തിൽ പെൺകുട്ടികളുടെ എണ്ണവും നിരന്തരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മളെ നെട്ടിപ്പിക്കുന്ന ചില കണക്കുകളാണ്. ഞാൻ കണക്കുകളിലേക്ക് പ്രവേശിക്കുന്നില്ല. മുജാഹിദ് വിദ്യാർത്ഥി വിഭാഗത്തിന്റെ MSMന്റെ ഒരു വേദിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇസ്ലാം സാമൂഹ്യ ദുരാചാരങ്ങളെ, സാമൂഹ്യ തിന്മകളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിന്മകളെ ഇല്ലാതാക്കുവാൻ, ആ തിന്മകളെ വിഭാടനം ചെയ്യുവാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ കൃത്യമായി പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന മതം ഇസ്ലാമാണ് എന്ന് കൃത്യമായി തിരിച്ചറിയുകയും ആ ലക്ഷ്യത്തിന് വേണ്ടി, ആ ഉദ്ദേശത്തിന് വേണ്ടി കൃത്യമായി പ്രവർത്തിക്കുമെന്ന് തീരുമാനത്തോടുകൂടി, പ്രതിജ്ഞയോടുകൂടി ഇസ്ലാമിക പ്രബോധന രംഗത്ത് സജീവമാവുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട MSMന്റെ പ്രവർത്തകർക്ക് ഞാനൊരു വരി വായിച്ചു കേൾപ്പിക്കട്ടെ. ദൃഢമായ മതവിശ്വാസം കൊണ്ട് മാത്രമാണ് മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മനുഷ്യർക്കുള്ള മോചനം. ഭൗതിക നിയമങ്ങൾക്ക് സാക്ഷാത്കരിക്കുവാൻ കഴിയാത്തതെല്ലാം സാക്ഷാത്കരിക്കുവാൻ ഇസ്ലാമിനായിട്ടുണ്ട്. ഇവിടെ നിന്ന് നാം പറയട്ടെ, ലോകത്തിന്റെ മുക്കുമൂലകളിലെല്ലാം വലയെറിഞ്ഞ പാശ്ചാത്യ നാഗരികതയുടെ സ്വാധീനങ്ങളിൽ നിന്ന് മനുഷ്യകുലത്തെ മോചിപ്പിക്കുവാൻ ഇസ്ലാമിനെ ആകൂ. തീർച്ച. ഇത് ഏതെങ്കിലും വെള്ളിയാഴ്ച മിമ്പറിൽ നിന്ന് ഏതെങ്കിലും ഒരു മൗലവിയുടെ പ്രഭാഷണത്തിന്റെ വാക്കുകളല്ല. ലോകം അംഗീകരിച്ച ചിന്തകനായിരുന്ന അർണോൾഡ് ടോയിൻബി അദ്ദേഹത്തിന്റെ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന പുസ്തകത്തിന്റെ ആദ്യ വരികളായി അദ്ദേഹം എഴുതി വെച്ച വാക്കുകളാകുന്നു ഇത്. എന്തുകൊണ്ടാണ് ഞാൻ കള്ളുകുടിച്ചിട്ടില്ല? ഞാൻ കള്ളുകുടിച്ചിട്ടില്ല. 40 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഇന്ന് വരെ ഞാൻ കള്ളുകുടിച്ചിട്ടില്ല. കള്ളുകുടിക്കാൻ എൻ്റെ കയ്യിൽ പണമില്ലാഞ്ഞിട്ടല്ല, കള്ളു കിട്ടുന്ന സ്ഥലം എനിക്കറിയാഞ്ഞിട്ടല്ല,
ഞാൻ കള്ളു കുടിച്ചാൽ പോലീസ് പിടിക്കുമെന്ന പേടി എനിക്കില്ല, നാട്ടുകാർക്ക് മുമ്പിൽ മാനം കേടുണ്ടാവും എന്ന പേടി കൊണ്ടാണെങ്കിൽ നാട്ടുകാർ അറിയാത്ത ഒരു സ്ഥലത്ത് പോയി കള്ളു കുടിക്കുവാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. പിന്നെ എന്തേ ഞാൻ കള്ളു കുടിക്കാഞ്ഞത് എന്ന ചോദ്യത്തിന് എന്റെ മറുപടി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഊഷരമായ അറേബ്യയുടെ മരുഭൂമിയിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിനോട് പറഞ്ഞു, നിങ്ങൾ മദ്യം കുടിക്കരുത്, മദ്യം ഉപയോഗിക്കരുത്, മദ്യം വിൽക്കരുത്, അത് വാങ്ങരുത്, അത് വാങ്ങിക്കൊടുക്കരുത്, അതിനുവേണ്ടി ജോലി ചെയ്യരുത്, അതിന്റെ വരുമാനം പറ്റരുത്, അതിന്റെ വരുമാനം കൊണ്ട് ജീവിക്കരുത്. ഈ പ്രവർത്തികൾ ചെയ്യുന്നവരൊക്കെ ശപിക്കപ്പെട്ടവരാണ് എന്ന് ലോകത്തിന്റെ ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധിപ്പിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാനും നിങ്ങളും നമ്മളെപ്പോലെ കോടിക്കണക്കിന് മനുഷ്യന്മാർ ഈ ലോകത്ത് കള്ളുകുടിക്കാത്തത്. ഓരോ രാജ്യങ്ങളും രാജ്യത്തിലെ വ്യത്യസ്തമായ സംഘടനകളും മനുഷ്യരെ മദ്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോൾ ഒരു നയാ പൈസ പോലും ചെലവഴിക്കാതെ ഈ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യന്മാരെ മദ്യത്തിന്റെ ദുരന്തത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഇസ്ലാമിന് സാധിച്ചിട്ടുണ്ട് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട MSMന്റെ പ്രവർത്തകരെ, സമൂഹത്തിന്റെ മുമ്പിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തം, നമ്മുടെ ക്യാമ്പസിന്റെ മുമ്പിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഈ മദ്യത്തിന്റെ തിന്മയിൽ നിന്ന്, മദ്യത്തിന്റെ അപകടത്തിൽ നിന്ന് സമൂഹത്തിനെ രക്ഷപ്പെടുത്തുവാൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇസ്ലാമിന്റെ സുന്ദരമായ മാർഗത്തെ പ്രബോധനം ചെയ്തുകൊണ്ട് മദ്യമില്ലാത്ത, ലഹരിയില്ലാത്ത ഒരു ലോകം സൃഷ്ടിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ വഴിയോരത്ത് പോയി നിൽക്കരുത്. സഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കും വഴിയോരത്ത് പോയി നിൽക്കേണ്ടി വരുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ വഴിയുടെ ഓരത്ത് പോയി നിൽക്കുമ്പോൾ ആ വഴിയോടുള്ള ബാധ്യതകൾ നിങ്ങൾ നിർവഹിക്കണം. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് വഴിയോടുള്ള ബാധ്യതകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ആ വഴിയിൽ നിൽക്കുമ്പോൾ അവിടെ കടന്നു വരുന്നവർക്ക് സലാം പറയണം. രണ്ടാമത്തേത്, നിങ്ങളുടെ കണ്ണുകളെ സൂക്ഷിക്കണം. മൂന്നാമത്തേത് പ്രവാചകൻ പറഞ്ഞത്, ആ വഴിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അംറും ബിൽ മഅറൂഫി വനഹിയുൻ അനിൽ മുൻകർ. നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ചീത്തയായ കാര്യങ്ങൾ കണ്ടാൽ നിങ്ങൾ അത് തടയുകയും വേണം, നിങ്ങൾ അത് ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയും വേണം. വിശുദ്ധ ഖുർആൻ ഒരു മുസ്ലിമായ മനുഷ്യൻ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നമസ്കരിക്കണം, നോമ്പ് നോൽക്കണം, നമസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കൽപ്പനകൾക്ക് ശേഷം വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് നമ്മളോട് കൽപ്പിക്കുന്ന കൽപ്പന ഏതാണെന്നറിയുമോ? സംശയിക്കേണ്ട. നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ ആ സമൂഹത്തോട് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും ആ സമൂഹത്തിന്റെ തിന്മകളോട് രാജിയാവാതെ ആ തിന്മകൾക്കെതിരെ നിങ്ങൾ പൊരുതുകയും ആ തിന്മയെ ഇല്ലാതാക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞതിനേക്കാളേറെ, ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞതിനേക്കാളേറെ, മറ്റേതൊരു നന്മയും ചെയ്യണമെന്ന് പറഞ്ഞതിനേക്കാളേറെ ആവർത്തിച്ചുകൊണ്ട് അല്ലാഹു തആല നമ്മളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ നല്ല കാര്യങ്ങൾ കൽപ്പിക്കണം, ചീത്തയായ കാര്യങ്ങൾ കണ്ടാൽ അത് വിരോധിക്കുകയും വേണം. പ്രിയപ്പെട്ട സഹോദര, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ബോധ്യപ്പെടുത്തി, മൻ റആ മിൻകും മുൻകറൻ, നിങ്ങൾ ആരെങ്കിലും തെറ്റായ ഒരു കാര്യം കണ്ടാൽ, വെറുക്കപ്പെട്ട ഒരു കാര്യം കണ്ടാൽ, ഫൽയുഗയ്യിർ ബിയദിഹി, അവന്റെ കൈ കൊണ്ട് അതില്ലാതാക്കാൻ ശ്രമിക്കട്ടെ. അവന്റെ കൈ കൊണ്ട് അവൻ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കട്ടെ. അതിനവന് സാധിക്കുന്നില്ലെങ്കിൽ അവന്റെ നാവ് കൊണ്ട് ആ തിന്മയെ ഇല്ലാതാക്കാൻ ശ്രമിക്കട്ടെ. അതിനും സാധിക്കില്ലെങ്കിൽ അവന്റെ മനസ്സുകൊണ്ട് ആ തിന്മയോട് അവൻ നിസ്സഹകരിക്കട്ടെ. അതിനും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ കള്ള് കുടിക്കരുത് എന്ന് പറയാൻ, കുടിക്കുന്നവനെ തടയാൻ, അവനോട് കുടിക്കരുത് എന്ന് പറയാൻ അല്ല, കുടിക്കുന്നവന്റെ തോളിൽ നിന്ന് കൈമാറ്റി അകന്ന് നടക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ
അതിന്റെ അർത്ഥം ഈമാനിന്റെ ഒരു തരി പോലും നിങ്ങളുടെ മനസ്സിലില്ല എന്നതാണ് അതിന്റെ അർത്ഥമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട MSMന്റെ പ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാം നമുക്ക് വേണ്ട കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ അമലുകൾ ചെയ്തുകൊണ്ട് നമുക്കൊറ്റക്ക് ജീവിക്കാവുന്ന ഒരു സ്വകാര്യ ജീവിയായിട്ടല്ല അല്ലാഹു തആല നമ്മളെ ഈ ലോകത്തേക്ക് അയച്ചത്. അവിടെയാണ് നമ്മുടെ ക്യാമ്പസിൽ നിശബ്ദരായി നിൽക്കാൻ, നമ്മുടെ ക്യാമ്പസിൽ ലഹരിയുടെ വ്യാപനത്തിനെതിരെ പ്രതിഷേധിക്കാതെ, അതിനോട് പൊരുതാതെ, അതിനോട് രാജിയാവാൻ, അതിനോട് സന്ധിയാവാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ച ഒരു മുസൽമാന്, ഒരു മുജാഹിദ് പ്രവർത്തകന്, ഒരു MSMന്, ഒരു MGMകാരന് സാധിക്കില്ല എന്ന അടിസ്ഥാനപരമായ പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൻ റആ മിൻകും മുൻകറൻ, നിങ്ങൾ ആരെങ്കിലും തെറ്റായ കാര്യം കണ്ടാൽ, ഈ നിങ്ങൾ എന്ന് പറഞ്ഞത് ഏതെങ്കിലും പണ്ഡിതന്മാരെ കുറിച്ചല്ല, സംഘടനാ നേതാക്കളെ കുറിച്ചല്ല, വലിയ വലിയ ആളുകളെ കുറിച്ചല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ച ഏതൊരു മുസ്ലിമിന്റെയും മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ റആ മിൻകും, നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ ഫൽയുഗയ്യിർ ബിയദിഹി, കൈ കൊണ്ട് തിരുത്തുവാൻ ശ്രമിക്കട്ടെ. അതിനു സാധിക്കാത്തവൻ നാവ് കൊണ്ട് തിരുത്തുവാൻ ശ്രമിക്കട്ടെ. അതിനു സാധിക്കാത്തവൻ അവന്റെ മനസ്സുകൊണ്ട് ആ തിന്മയെ വെറുക്കുവാൻ ശ്രമിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദര, ലഹരി നിറഞ്ഞു നിൽക്കുന്ന, ലഹരി പൂത്തുറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ക്യാമ്പസുകളിൽ ഈ ലഹരിക്കെതിരെ എന്ത് പോരാട്ടമാണ് നമ്മൾ ഇതുവരെ നടത്തിയിട്ടുള്ളത്? പലപ്പോഴും നമുക്ക് പേടിയാണ്. ലഹരിയുടെ ആളുകൾ, അവർ വന്യ മാഫിയയുടെ ആളുകളാണ്. അവർ വിൽക്കുന്നത്, അവർ വാങ്ങുന്നത്, അവർ ഉപയോഗിക്കുന്നത്, അത് പുറത്തു പറഞ്ഞാൽ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്ന പേടി നമ്മളെ നിശബ്ദരായിരിക്കാൻ പ്രേരിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരു തിന്മയോടുള്ള ഒരു മുസൽമാന്റെ സമീപനം എങ്ങനെയായിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒരു സമൂഹത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ ആ സമൂഹത്തിലെ ആളുകൾ 3 വിഭാഗങ്ങളായി മാറും. ഒരു സമൂഹത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ ആ സമൂഹത്തിലെ ആളുകൾ 3 വിഭാഗങ്ങളായി മാറും. ഒന്ന്, ആ തെറ്റ് ചെയ്തവർ അവർ കുറ്റവാളികളാണ്. രണ്ടാമത്തേത്, ആ തെറ്റ് ചെയ്തവരെ സഹായിക്കുകയും അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തവർ, അവർ ആ കുറ്റവാളികളെ പോലെ അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷിക്കപ്പെടും. എങ്ങനെ? ഒരാളൊരു തെറ്റ് ചെയ്യുകയും ആ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ, അവനെ രക്ഷപ്പെടുത്താൻ ആരാണോ അവന്റെ പിന്നാലെ കൂടുന്നത്, അവർ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റവാളിയെ പോലെ ശിക്ഷിക്കപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അതാണ് ഒരു വിഭാഗം, കുറ്റം ചെയ്തവരും അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവരും. രണ്ടാമത്തെ വിഭാഗം ഏതാണെന്നറിയുമോ? ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും ആ തെറ്റുകൾ ആവർത്തിക്കപ്പെടരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ആ തെറ്റിനെതിരെ, ആ കുറ്റവാളിക്കെതിരെ പ്രവർത്തിക്കുന്നവൻ, അവൻ അള്ളാഹുവിന്റെ അടുക്കൽ ആദരിക്കപ്പെടുന്നവനാണ്. അവന് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലമുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൂന്നാമത്തേത് ആരാണെന്നറിയുമോ? മൂന്നാമത്തേത് തെറ്റ് ചെയ്യാതിരിക്കുകയും എന്നാൽ ആ കുറ്റവാളിയെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയോ ആ തെറ്റിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതെ നിസ്സംഗനായി ഒന്നിലും ഇടപെടാതെ ഒരു കാണിയായി നോക്കി നിന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അവർ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റവാളികളാണ്. കാരണം അവരുടെ നിസ്സംഗത സമൂഹത്തിൽ തെറ്റുകൾ വർദ്ധിക്കുവാൻ കാരണമാകുന്നു. എന്റെ പ്രിയപ്പെട്ട MSMന്റെ പ്രവർത്തകരെ, നാം ജീവിക്കുന്ന ക്യാമ്പസുകളിൽ, നാം പഠിക്കുന്ന ക്യാമ്പസുകളിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ സമയങ്ങൾ, ഊർജ്ജസ്വലമായ സമയങ്ങൾ നാം വിനിയോഗിക്കുന്ന നമ്മുടെ ക്യാമ്പസുകളിൽ തെറ്റുകൾ അരങ്ങേറുമ്പോൾ ആ തെറ്റുകളോട്, പ്രത്യേകിച്ചും ലഹരിയുമായി ബന്ധപ്പെട്ട ഈ തെറ്റുകളോട് ഏത് രൂപത്തിൽ പെരുമാറാനാണ്, ഏത് രൂപത്തിൽ പ്രതികരിക്കുവാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുള്ളത്? എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ 2ാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് കുത്തേറ്റു. സുബഹി നമസ്കാരത്തിന് സഫുകൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടത്ത് അദ്ദേഹത്തിന് അക്രമി കുത്തി. അദ്ദേഹത്തിന്റെ വയറിലെ കുടൽമാലകളൊക്കെയും നിലത്തേക്ക് ചെതറി വീണു. ഇന്നത്തെ പോലെ ആശുപത്രികളില്ല, കാഷ്വാലിറ്റികളില്ല, എമർജൻസികളില്ല, ആംബുലൻസുകളില്ല, ഡോക്ടർമാരില്ല. പുറത്തേക്ക് ചാടിയ കുടൽമാലകളൊക്കെയും അദ്ദേഹത്തിന്റെ വയറ്റിലേക്ക് തന്നെ തിരികെ വെച്ച് ഒരു തുണി കൊണ്ട് കെട്ടി അദ്ദേഹത്തിനെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തി. ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു.
ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ ദിവസമാണ് ബോധം തെളിഞ്ഞത്. ബോധം തെളിഞ്ഞപ്പോൾ തൻ്റെ ചുറ്റുഭാഗത്തും തന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, തൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, തൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഉമറുൽ ഫാറൂഖ് നോക്കി. അദ്ദേഹത്തിന് വേദനയുണ്ട്. ജീവിതം അവസാന സമയത്താണ്. കുടുംബത്തോട് കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്, രാജ്യത്തോട് സംസാരിക്കേണ്ടതുണ്ട്. അദ്ദേഹം തൻ്റെ കണ്ണുകൾ പതുക്കെ തുറന്നു. അദ്ദേഹം തൻ്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ആളുകളെ നോക്കി. കൂട്ടത്തിൽ ഒരാളെ അദ്ദേഹം വിളിച്ചു, സഹോദര ഇവിടെ വരൂ. അയാൾ ഖലീഫയുടെ അടുത്തേക്ക് മാറി നിന്നു. ഖലീഫ പറയുന്നുണ്ട്, ശബ്ദം കേൾക്കുന്നില്ല, വളരെ പതുക്കെയാണ് പറയുന്നത്. ആ വന്ന മനുഷ്യൻ ഖലീഫയുടെ ചുണ്ടുകളിലേക്ക് തൻ്റെ കാതുകൾ ചേർത്ത് വെച്ചു. എന്താണ് ഖലീഫ പറയുന്നത്? വേദന കൊണ്ട് പെടയുമ്പോഴും ഖലീഫ ഉമർ ആ മനുഷ്യനോട് പറഞ്ഞത്, പ്രിയപ്പെട്ട സുഹൃത്തെ, താങ്കളുടെ തുണി നെരിയാണിയുടെ താഴെ എത്തിയിരിക്കുന്നു, അതൊന്ന് പൊക്കി ഉടുക്കുമല്ലോ. നോക്കൂ നിങ്ങൾ, മരണവേദന കൊണ്ട് പ്രയാസം അനുഭവിക്കുമ്പോഴും തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഭാഗത്ത് ഒരു തെറ്റ് കണ്ടപ്പോൾ, അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ഒരു തെറ്റ് തൻ്റെ പ്രിയപ്പെട്ട ഒരു നാട്ടുകാരന്റെ അടുത്ത് കണ്ടപ്പോൾ, ആ തെറ്റ് തിരുത്തുവാനും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുവാനും ഖലീഫ ഉമർ ശ്രമിച്ച ആ ത്യാഗത്തിന്റെ വലിപ്പം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മുടെ കൂടെ ജീവിക്കുന്നവർ, നമ്മുടെ കൂടെ ഇരുന്ന് പഠിക്കുന്നവർ, നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ, നമ്മുടെ തോളിൽ കൈയിട്ട് നടക്കുന്നവർ, അവർ ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളായി നരകത്തിന്റെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആ സഹോദരനെ തടഞ്ഞു നിർത്തി, പ്രിയപ്പെട്ട സുഹൃത്തെ, ആ തിന്മയിലേക്ക് പോകരുത്, താങ്കൾ പോകുന്നത് അപകടത്തിലേക്കാണ് എന്ന് ആ സുഹൃത്തിനെ ഉപദേശിക്കുവാൻ എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുന്നില്ല? നമുക്കുണ്ട് എന്ന് പറയപ്പെടുന്ന സ്നേഹത്തിന്റെ അർത്ഥം എന്താകുന്നു? നമുക്കുണ്ട് എന്ന് പറയപ്പെടുന്ന സ്നേഹത്തിന്റെ അർത്ഥം എന്താകുന്നു? ഇസ്ലാം മദ്യവുമായി ബന്ധപ്പെട്ട, ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട, ലഹരി ഉണ്ടാക്കുന്ന സകല വസ്തുക്കളെയും നിശിതമായി എതിർക്കുന്നു എന്ന് മാത്രമല്ല, ഒരു തുള്ളി മദ്യമെങ്ങാനും നമ്മുടെ വസ്ത്രത്തിലായാൽ, ഒരു തുള്ളി മദ്യമെങ്ങാനും നമ്മുടെ വസ്ത്രത്തിലായാൽ നമ്മുടെ നമസ്കാരം സ്വീകരിക്കണമെങ്കിൽ ആ മദ്യമായ ഭാഗം കഴുകിക്കളയണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, എല്ലാ തിന്മകളുടെയും മാതാവാകുന്നു മദ്യം. വഅക്ബറുൽ കബായിർ, ഏറ്റവും പാപമാകുന്നു മദ്യം. മൻ ശരിബഹാ, ആരെങ്കിലും ആ മദ്യം കുടിച്ചാൽ വഖഅ അലാ ഉമ്മിഹി വഅമ്മത്തിഹി വഖാലത്തിഹി, തൻ്റെ ഉമ്മയാരാണ്, തൻ്റെ മക്കളാരാണ്, തൻ്റെ ബാക്കിയുള്ള ബന്ധുക്കളാരാണ്, തൻ്റെ ഭാര്യയാരാണ് എന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് ആ മനുഷ്യൻ വീണുപോകും. അതുകൊണ്ട് മദ്യം സകലമാന തിന്മകളുടെയും മാതാവാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, പ്രവാചകൻ പറയുന്നു, അൽ ഖംറു ഉമ്മുൽ ഖബായിസ് വമൻ ശരിബഹാ, ആരെങ്കിലും ആ കള്ള് കുടിച്ചാൽ ലം യഖ്ബലില്ലാഹു മിൻഹു സ്വലാത്തൻ 40 യൗമാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, മദ്യത്തിന്റെ രുചി അറിയാൻ, ലഹരിയുടെ ആദ്യ പാഠങ്ങൾ അറിയാൻ, ഒരു കമ്പനിയിലേക്ക്, ഒരു കൂട്ടുകെട്ടിലേക്ക് പ്രവേശനം കിട്ടുവാൻ, ഒരു പാർട്ടിയിൽ, മറ്റെന്തെങ്കിലും ഒരു ആഘോഷത്തിൽ പങ്കാളിയാകുവാൻ നിങ്ങൾ ഒരു മദ്യത്തിന്റെ ഒരു തുള്ളി മദ്യം നിങ്ങൾ നിങ്ങളുടെ വായിലേക്ക് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലം യഖ്ബലില്ലാഹു മിൻഹു സ്വലാത്തൻ 40 യൗമാ, 40 ദിവസത്തെ അവന്റെ നമസ്കാരങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന പ്രവാചകന്റെ ആ കൃത്യമായ പാഠം നമ്മൾ മറക്കരുത്. ചില ആളുകൾ പറയല്, ഞാൻ കുടിക്കലുണ്ട്, എന്തിനാണ്? എനിക്ക് ചെറിയൊരു വയറിന് ഒരു അസുഖമുണ്ട്, അല്ലെങ്കിൽ മൂത്രച്ചൂടിന്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് മദ്യപാനം തുടങ്ങുന്ന സഹോദരന്മാരെ നമ്മൾ കാണാറുണ്ട്. നിങ്ങൾ കേൾക്കണം, അന്ന റജുലൻ യുഖാലു ലഹു സുവൈദ് ബിൻ ത്വാരിഖ്, സുവൈദ് ബിൻ ത്വാരിഖ് എന്ന വ്യക്തി സഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖംരി, അദ്ദേഹം നബിയോട് ചോദിച്ചു, നബിയെ കള്ളുണ്ടാക്കാൻ പറ്റുമോ? ഫനഹാഹു, നബി അത് വിരോധിച്ചു. ഫഖാല, അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നമാ അസ്നഉഹാ ലിദ്ദവാ, അല്ലാഹുവിന്റെ റസൂലേ, ലഹരി ഉണ്ടാക്കുവാൻ വേണ്ടി ഞാൻ മദ്യമുണ്ടാക്കി വിൽക്കാറില്ല. എന്നാൽ ചില രോഗങ്ങൾക്ക് മദ്യം കൊണ്ട് ശമനമുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട്
രോഗശമനത്തിന് വേണ്ടിയാണ് ഇത്തിരി മദ്യം ഞാൻ ഉണ്ടാക്കുന്നത്, ഞാനത് ഉണ്ടാക്കട്ടെ റസൂലേ എന്ന പ്രവാചകന്റെ ചോദ്യത്തിന് ആ പ്രവാചകന്റെ മറുപടി ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ നേതാവായ ലോകത്തിന്റെ ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ ദാഉൻ വലൈസതു ബിദവാ. ഇന്നഹാ ദാഉൻ, മദ്യം അത് രോഗമാകുന്നു, ഒരിക്കലും ആ മദ്യത്തിൽ ഒരു രോഗത്തിനും ഔഷധമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ലാ തശ്റബിൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർറിൻ. ലാ തശ്റബിൽ ഖംറ, നിങ്ങൾ കള്ളു കുടിക്കരുത് കേട്ടോ. ആരോടാ പറയുന്നത് എന്നറിയുമോ? മരിച്ചുപോയാൽ എന്റെ ജഡത്തിനെ മുന്തിരിവള്ളിയുടെ അടിയിൽ, മുന്തിരിവള്ളിയുടെ താഴെ കുഴിച്ചിടണം. കാരണം ഞാൻ മരിച്ചാൽ എന്റെ അസ്ഥികൾക്ക് ആ മുന്തിരിവള്ളിയുടെ നീരെങ്കിലും അതിന് ലഭിച്ചു കൊള്ളട്ടെ എന്നാഗ്രഹിച്ച കവികൾ ജീവിച്ച കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തശ്റബിൽ ഖംറ, നിങ്ങൾ കള്ളു കുടിക്കരുത്. കാരണം ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർറിൻ, എല്ലാ തിന്മകളുടെയും മാതാവാകുന്നു, താക്കോലാകുന്നു കള്ള്. അല്ലേ? നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത് മദ്യപാനം കൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ബലാത്കാരങ്ങൾ നടക്കുന്നത് മദ്യപാനം കൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവുമേറെ പീഡനങ്ങൾ നടക്കുന്നത് മദ്യലഹരിയുടെ അകമ്പൊഴിയോടുകൂടിയാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ നടക്കുന്നത് മദ്യലഹരി കൊണ്ടാണ്. തെളിയിക്കപ്പെട്ട വസ്തുതകളാകുന്നു ഇതൊക്കെ. 14 നൂറ്റാണ്ട് മുമ്പ് ലോകത്തിന്റെ ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തശ്റബിൽ ഖംറ, നിങ്ങൾ കള്ളു കുടിക്കരുത്. ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർറിൻ, എല്ലാ തിന്മകളുടെയും താക്കോലാകുന്നു കള്ള്. ഇജ്തനിബുൽ ഖംറ, പ്രവാചകൻ പറഞ്ഞു, ഇജ്തനിബുൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർറിൻ. അപ്പൊ ചില ആൾക്കാർക്ക് തോന്നുവേ, അതിന് നമ്മളൊന്നും കള്ളു കുടിക്കാറില്ലല്ലോ, ഞങ്ങൾ കള്ളു കുടിക്കാറില്ലല്ലോ, ഇത്തിരി എന്തെങ്കിലും പതുക്കെ കയ്യിൽ വെച്ച് ഞരടി അത് ചുണ്ടിൻ്റെ ഇടയിൽ പല്ലുകൾക്കിടയിൽ വെക്കുന്ന സ്വഭാവമല്ലേ ഞങ്ങൾക്കുള്ളൂ, അതെങ്ങനെ മദ്യവുമായി അതിനെ എങ്ങനെയാണ് കൂട്ടി വായിക്കുക? എൻ്റെ പ്രിയപ്പെട്ടവരെ കേൾക്കുക, ലോകത്തിന്റെ ഗുരുനാഥൻ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലു മുസ്കിരിൻ ഹറാമുൻ വമാ അസ്കറ മിൻഹുൽ ഫർഖു ഫമിൽഉൽ കഫി മിൻഹു ഹറാമുൻ. ലഹരി ഉണ്ടാക്കുന്നത് എന്തും, അതൊരു പുകയാവാം, അതൊരു ചെറിയ നീടൽ കൊണ്ടുള്ള കുത്തിവെപ്പാവാം, അതൊരു തുള്ളി മരുന്നാവാം, അതൊരു പാമ്പിന്റെ കടിയാവാം, എന്താവാം. നിന്റെ തലച്ചോറിനെ ബാധിക്കുന്ന, നിന്റെ മനസ്സിനെ ബാധിക്കുന്ന ലഹരി ഉണ്ടാകുന്ന ഏതൊരു വസ്തുവും അത് കള്ളിന്റെ പരിധിയിൽപ്പെടും. അത് തെറ്റാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരൊറ്റ ഹദീസ് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. കമ്പനിയായി, കൂട്ടമായി, സ്നേഹത്തിന്റെ വിരുന്നിൽ കൂട്ടമായി പങ്കെടുക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി തെറ്റ് ചെയ്യുവാൻ തയ്യാറാകുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഗൾഫിൽ നിന്ന് വരുമ്പോൾ പെട്ടിയിലുണ്ടാവും പൊട്ടിക്കാത്ത ബോട്ടിലുകളെ. ആർക്ക് വേണ്ടിയാണത്? അതെന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഇന്ന ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ എൻ്റെ ഇന്ന സുഹൃത്തിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയുള്ളതാണ്, ഞാൻ കുടിക്കാറില്ല എന്ന് പറഞ്ഞ് അത് വാങ്ങിക്കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംറി അശറതൻ. കള്ളുമായി ബന്ധപ്പെട്ട് 10 ആളുകളെ അല്ലാഹുവിന്റെ പ്രവാചകൻ ശപിച്ചിരിക്കുന്നു. ആരാണ് 10? 1 ആസിറഹ, ആ കള്ള് ഉണ്ടാക്കുന്ന ആള്, വാറ്റുന്ന ആള്. അത് സാധാരണ മൺകലത്തിൽ ചെറിയ പൈപ്പ് വെച്ച് നാടൻ വാറ്റ് മുതൽ ഡിസ്റ്റിലറികളിൽ പണിയെടുക്കുന്ന ആധുനികമായ ഉപകരണത്തിന്റെ സഹായത്തോടു കൂടി കള്ളുണ്ടാക്കുന്ന, മദ്യമുണ്ടാക്കുന്നവൻ വരെ ആ വാചകത്തിന്റെ പരിധിയിൽപ്പെടും കള്ളുണ്ടാക്കുന്നവൻ. 2 വമുഅ്തസിറഹ, ആർക്കു വേണ്ടിയാണോ കള്ളുണ്ടാക്കുന്നത് അവൻ, വശാരിബഹ, അത് കുടിക്കുന്നവൻ, വഹാമിലഹ, അത് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നവൻ, വൽ വഹ്മൂലത്തുൻ ഇലൈഹി, ആർക്കു വേണ്ടിയാണോ അത് കൊണ്ടുപോകുന്നത് അയാൾ, വസാഖിയഹ, അത് കുടിപ്പിക്കുന്നവൻ, വബായിഹ, അത് വിൽക്കുന്നവൻ, വാകില സമനിഹ, അതിന്റെ വില തിന്നുന്നവൻ, വൽ മുസ്തരി ലഹ അൽ മുസ്തറാഹു ലഹു, ആരാണോ വാങ്ങുന്നത്, ആർക്കു വേണ്ടിയാണോ വാങ്ങുന്നത്. എൻ്റെ മേലുദ്യോഗസ്ഥനെ സ്വാധീനിക്കുവാൻ വേണ്ടി ഒരു കുപ്പി വാങ്ങാൻ ബീവറേജിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാരൻ്റെ കയ്യിൽ പണം കൊടുത്ത് ഒരു കുപ്പി വാങ്ങിക്കൊണ്ടുവാ എന്ന് പറഞ്ഞ് ആരും കാണാതെ കൊണ്ട് കുപ്പി വാങ്ങിക്കുമ്പോൾ ഞാനത് കുടിക്കാറില്ല, മറ്റുള്ളവർക്ക് കൊടുക്കാനാണ് എന്ന് അതിനെ ന്യായീകരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ഗുരുവായ അള്ളാഹുവിന്റെ ഏറ്റവും ഹബീബായ
അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപത്തിന്, ശാപപ്രാർത്ഥനക്ക് നാം ഉത്തരവാദിയാകും, നാം അതിന് ഇരയാകുമെന്ന് നമ്മൾ. അവസാനമായി പ്രവാചകന്റെ ഒരു വചനം കൂടി. എന്റെ 25 മിനിറ്റ് അവസാനിക്കുകയാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹിൽ ഖംറു. ഗൗരവത്തോടു കൂടി കാണുക. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കള്ള് വിളമ്പുന്ന ഭക്ഷണ സ്ഥലങ്ങളിൽ അവൻ ഇരിക്കാൻ പാടില്ല. ചില ആളുകൾ പറയേ, ഔ ബാറിലെ ചോറിന്റെ രസെന്താ, ആ ബാറിലെ മീൻകറിന്റെ രസെന്താ, ആ ബാറിലെ ഇറച്ചിക്കറിന്റെ രസെന്താ, നമ്മൾ കുടിക്കാഞ്ഞാ പോരെ? പ്രിയപ്പെട്ടവരെ, കള്ള് വിളമ്പുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് ഹറാമാണ് എന്ന പ്രവാചകന്റെ കൽപ്പന നമ്മൾ മറക്കരുത്. ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, എല്ലാവരും കുടിക്കുന്നവരാണ്, എല്ലാവർക്കും വിളമ്പിയിട്ടുണ്ട്, ഞാനത് കുടിച്ചിട്ടില്ല, ഞാൻ ചോറ് മാത്രം തിന്നു പോന്നു എന്ന് വിശദീകരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഓർക്കുക. കള്ള് വിളമ്പുന്ന സദസ്സുകളിൽ, മദ്യം വിളമ്പുന്ന സദസ്സുകളിൽ, ലഹരി വിളമ്പുന്ന സദസ്സുകളിൽ ഇരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഹറാമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിനുൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈ വാചകം നിങ്ങൾ കേൾക്കുക. വലാ യശ്റബുൽ ഖംറ, ഒരു മനുഷ്യൻ കള്ളു കുടിക്കുകയില്ല. ഹീന യശ്റബുഹാ വഹുവ മുഅ്മിനുൻ, അവൻ ആ കുടിക്കുന്ന സമയത്ത് അവൻ മുഅ്മിനായിക്കൊണ്ട് അവൻ കള്ളു കുടിക്കുകയില്ല. അഥവാ മുഹമ്മദ് എന്ന് പേരുള്ളവൻ, അബ്ദുള്ള എന്ന് പേരുള്ളവൻ, അബ്ദുറഹ്മാൻ എന്ന് പേരുള്ളവൻ, പാരമ്പര്യമായി മുസ്ലിമായി ജീവിക്കുന്നവൻ, അവൻ കള്ളു കുടിക്കുന്നുവെങ്കിൽ ഒരു മുസ്ലിം കള്ളു കുടിച്ചു എന്ന് പ്രിയപ്പെട്ടവരെ ഒരിക്കലും പറയരുത്. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു മുസ്ലിം ഈമാനോടുകൂടി കള്ളു കുടിക്കൂല. അഥവാ അവൻ കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവന്റെ ഈമാൻ അവന്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകും. അതിന്റെ അർത്ഥം എന്താ? ഒരു മുസ്ലിം കള്ളു കുടിക്കൂല, ഒരു മുസ്ലിം കള്ളു കുടിക്കൂല. അഥവാ അവൻ കള്ളു കുടിക്കുന്നുണ്ട് എങ്കിൽ ആ കള്ളു കുടിക്കുന്ന സമയത്ത് അവന്റെ ഈമാൻ അവനിൽ നിന്ന് അകന്നു പോകുമെന്ന് ലോകത്തിന്റെ ഗുരുനാഥൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ വാക്ക് കൂടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. മുദ്മിനുൽ ഖംരി ഇൻ മാത ലഖിയല്ലാഹ കആബിദി വസനിൻ. കള്ളുകുടിക്കുന്നവൻ ആ കള്ളിന്റെ ലഹരിയിലായിക്കൊണ്ട് അവൻ മരിച്ചു പോയാൽ നാളെ അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹുവിനെ അവൻ കണ്ടുമുട്ടുക കആബിദി വസനിൻ, വിഗ്രഹാരാധകനെ പോലെയായിരിക്കും. എങ്ങനെ? കള്ളുകുടിച്ചു, ബൈക്ക് ബൈക്ക് തട്ടിമറിഞ്ഞു വീണ് മരിച്ചു, കള്ളുകുടിച്ചു വാഹനത്തിൽ സഞ്ചരിക്കവേ അപകടത്തിൽപ്പെട്ട് മരിച്ചു, അല്ലെങ്കിൽ കള്ളുകുടിച്ച് കിടന്നുറങ്ങി ഉണരുന്നതിന് മുമ്പേ അവൻ മരിച്ചുപോയി എങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ റബ്ബിനെ അവൻ കണ്ടുമുട്ടുക ആബിദി വസനിൻ, വിഗ്രഹാരാധകനെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു ഏറ്റവും വെറുക്കുന്ന, അല്ലാഹു ഏറ്റവും മാരകമായ ശിക്ഷ അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നത് വിഗ്രഹാരാധകനാണ്. ആ വിഗ്രഹാരാധകന്റെ സ്ഥാനത്തായിരിക്കും മദ്യത്തിന്റെ ലഹരിയിൽ മരിച്ചുപോയി നാളെ റബ്ബിന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന മനുഷ്യന്റെ അവസ്ഥ എന്ന് ലോകത്തിന്റെ ഗുരുനാഥൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. ലാ യദ്ഖുലുൽ ജന്നത മുദ്മിനു ഖംറിൻ, ലാ യദ്ഖുലുൽ ജന്നത മുദ്മിനു ഖംറിൻ, കള്ളു കുടിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. പ്രവാചകന്റെ വാക്കാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ വെറുതെ പറയാറില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പേടിപ്പിക്കാൻ വേണ്ടി പറയാറില്ല. അല്ലാഹുവിന്റെ റസൂല് സ്വന്തം അഭിപ്രായം പറയാറില്ല. മതത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള വഹി അനുസരിച്ചല്ലാതെ ആ അല്ലാഹുവിന്റെ വഹിയാകുന്നു ലാ യദ്ഖുലുൽ ജന്നത, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. മുദ്മിനു ഖംറിൻ, കള്ളു കുടിക്കുന്നവൻ. ലാ യദ്ഖുലുൽ ജന്നത സാഹിബു ഖംസിൻ, ലാ യദ്ഖുലുൽ ജന്നത സാഹിബു ഖംസിൻ. അഞ്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അവർ സ്വർഗത്ത് പ്രവേശിക്കൂല. ഈ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ആരാ കാര്യങ്ങള്? 1 മുദ്മിനു ഖംറിൻ, കള്ളുകുടിക്കുന്നവൻ അവിടെ എത്തൂല. 2 വലാ മുഅ്മിനും ബിസിഹ്റിൻ,
സിഹറിനെ സത്യപ്പെടുത്താത്തവൻ, വലാ ഖാതിഉ റഹ്മിൻ കുടുംബബന്ധം മുറിച്ചു കളയുന്നവൻ, വലാ കാഹിൻ ജോത്സ്യൻ, വലാ മന്നാൻ ദാനം ചെയ്തത് എടുത്തു പറയുന്ന മനുഷ്യൻ, ഇവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നമുക്കൊരു ബാധ്യതയുണ്ട്. ലോകത്തിന്റെ സകലമാന തിന്മകളിൽ നിന്നും ലോകത്തിനെ രക്ഷപ്പെടുത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗം അല്ലാഹു തആല നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്, ലോകത്തിന്റെ രോഗങ്ങൾക്കുള്ള ചികിത്സ, ലോകത്തിന്റെ വഴിവിടച്ച പോക്കിനുള്ള പരിഹാരം അല്ലാഹു തആല നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യില് വിശുദ്ധ ഖുർആനിലാകുന്നു ആ അപകടത്തിന്റെ പരിഹാരങ്ങളുള്ളത്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ അയൽപക്കത്ത് ജീവിക്കുന്ന ജോസഫ് ഒരിക്കലും നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ വീടിന്റെ ഷോക്കേസിൽ സൂക്ഷിച്ച വിശുദ്ധ ഖുർആൻ എടുത്ത് വായിക്കുകയില്ല. അവരത് വായിക്കുകയില്ല. ആ ജോസഫിനെ മുസ്ലിമാക്കാൻ അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷേ ഇസ്ലാമിന്റെ പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ പാഠങ്ങൾ ആ ജോസഫിന് നീ എന്തേ പറഞ്ഞു കൊടുക്കാഞ്ഞത് എന്ന് നാളെ റബ്ബ് നമ്മളോട് തീർച്ചയായും ചോദിക്കും. നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ സങ്കടങ്ങളിൽ സങ്കടപ്പെടുന്ന, നമ്മുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുന്ന എത്രയെത്ര സുഹൃത്തുക്കൾ ക്യാമ്പസുകളിൽ നമുക്കുണ്ട്. അവരെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊന്നേ പറയാനുള്ളൂ, ആള് നല്ലയാളാണ്, പക്ഷേ ഇത്തിരി സാധനം കിട്ടിയില്ലെങ്കിൽ അവൻ ആള് മോശമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവരെ സ്നേഹിക്കുന്നു എങ്കിൽ ആ അപകടത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ നമ്മൾ എന്താണ് ചെയ്തത്? നമുക്കെന്താണ് ചെയ്യാൻ സാധിക്കുക? ഈ പ്രോഫ്കോൺ കഴിഞ്ഞ് ക്യാമ്പസുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിലൊന്ന് ലഹരി വിരുദ്ധമായ, ലഹരിയില്ലാത്ത, മദ്യമില്ലാത്ത, തലകറങ്ങി വീഴാത്ത ക്യാമ്പസ് പൈൻ മരങ്ങൾക്കിടയിൽ ബോധം നഷ്ടപ്പെട്ട് പാമ്പുകളെ പോലെ എഴഞ്ഞു നടക്കാത്ത ക്യാമ്പസുകളായി നമ്മുടെ ക്യാമ്പസുകൾ മാറാൻ, ആ ക്യാമ്പസിനെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ പ്രിൻസിപ്പാളിനോ പോലീസുകൾക്കോ കോടതികൾക്കോ നിയമങ്ങൾക്കോ സാധിക്കാതെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിന് സാധിക്കും, സാധിച്ചിട്ടുണ്ട്, ലോകം അതിന് സാക്ഷിയാണ് എന്ന ബോധത്തോടു കൂടി വിശുദ്ധ ഖുർആനിന്റെ പ്രചാരകരായി നമ്മുടെ ക്യാമ്പസുകളിൽ മദ്യത്തിനെതിരെ പടയൊരുക്കം നടത്താൻ, ലഹരികൾക്കെതിരെ പടയൊരുക്കം നടത്താൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.